ജോലി വാഗ്ദാനത്തിൽ വിശ്വസിച്ച് തായ്ലൻഡിലെത്തുന്നവരെ തട്ടിക്കൊണ്ടുപോയി തടവിൽ പാർപ്പിക്കുന്ന നിഗൂഢ സംഘത്തെ നിയന്ത്രിക്കുന്നത് ചൈനക്കാർ എന്ന് രക്ഷപ്പെട്ട് എത്തിയ മലയാളി യുവാവ് മനോരമ ന്യൂസിനോട് പറഞ്ഞു. മ്യാൻമറിലെ രഹസ്യ കേന്ദ്രത്തിൽ തടവിൽ ഒട്ടേറെ മലയാളികളുണ്ടെന്നും മഞ്ചേരി സ്വദേശി സഹീർ പറയുന്നു. നിഗൂഢ സംഘത്തിൽ 1500 അധികം പേരുണ്ട്. പബ്ബും ബാർ ഹോട്ടലും ലഹരി വിൽപ്പനയും എല്ലാം ഈ കേന്ദ്രത്തിലുണ്ട്. ഓൺലൈൻ വഴി സാമ്പത്തിക തട്ടിപ്പ് നടത്താൻ ഓരോരുത്തർക്കും ടാർഗറ്റ് നിശ്ചയിച്ചിട്ടുണ്ട്. ഈ കേന്ദ്രത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തട്ടിപ്പിനിരയാവുന്നത് ഇന്ത്യക്കാരാണ്. ഓൺലൈൻ വഴി തട്ടിപ്പ് നടത്തി പണം സമാഹരിക്കാതെ ഉറങ്ങാനാവില്ല. തോക്കേന്തിയ സൈനികരുടെ കാവൽ ഓരോരുത്തർക്കുമുണ്ട്. 3.5 ലക്ഷം രൂപ മൂല്യമുള്ള ക്രിപ്റ്റോ കറൻസി കൈമാറിയപ്പോഴാണ് സംഘം രക്ഷപ്പെട്ടത് എന്നും ഈ വ്യക്തി എസ് മഹേഷ് കുമാറിനോട് പറഞ്ഞു. സഹീർ എങ്ങനെയായിരുന്നു അങ്ങോട്ട് പോയത്? നമുക്ക് ദുബായിലുള്ള ഒരു കോണ്ടാക്ട്സ് വഴിയാണ് കിട്ടിയത്. ഈ തട്ടിക്കൊണ്ടുപോകേണ്ട ഒരു സ്വഭാവം ഭയങ്കര ആസൂത്രിതമാണ്. വിമാനം ഇറങ്ങുമ്പോൾ തന്നെ ആളുകൾ കാത്തിരിക്കുന്നുണ്ടാവും. ഇതൊക്കെ കേട്ടു. ഓൺ അറൈവൽ വിസയും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ട് നമ്മളെ പുറത്തേക്ക് എത്തിക്കും. പുറത്ത് എത്തിക്കുന്നത് വരെ അയാളുടെ ഡ്യൂട്ടിയുള്ളൂ. അത് കമ്പനി അയച്ച ആളാണ്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഒരു ടാക്സി ഡ്രൈവറാണ് ഹോട്ടൽ ഇതിലെത്തിക്കുന്നത്. അവിടെ എത്ര പേരുണ്ട്? അവിടെ ഞാൻ നിൽക്കുന്ന സമയത്ത് വലിയ കോമ്പൗണ്ട്. അതിൻ്റെ ഉള്ളിൽ പബ്ബ്, ബാറ്, മസാജ്, ഹോസ്പിറ്റല്, സൂപ്പർ മാർക്കറ്റ്, എക്സ്ചേഞ്ച് വരെയുണ്ട്. ഇതൊരു മതിൽക്കെട്ടാണ്. അതിൻ്റെ ഉള്ളിലെല്ലാം ഉണ്ട്. അവർക്ക് വലിയ തട ഇതൊക്കെ വെള്ളത്തിനുള്ള സൗകര്യം പ്രവേശനമില്ല. ഇല്ലല്ല, അങ്ങോട്ടും നല്ല അതിന്റെ ഏരിയക്ക് തന്നെ പ്രവേശനമില്ല. ഇവരറിയാതെ അങ്ങോട്ട് കിടക്കാനേ കഴിയില്ല. ഓൺലൈൻ ചീറ്റിംഗ്, ഓൺലൈൻ തട്ടിപ്പ്, ഇത്തരം കാര്യങ്ങളാണ് അവിടെ നടക്കുന്നതെല്ലാം. നമ്മളവിടെ എത്തിയതിന് ശേഷം എന്ന് പറയുന്നത് നിങ്ങൾ ജോലി വരുന്നത് സ്കാം ചെയ്യുക, സ്കാമറായിട്ട് വർക്ക് ചെയ്യുക. നമ്മുടെ ഈ പേഴ്സണൽ ഫോൺ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ ആ റൂമിൽ വെക്കുക. ഒരു തായ്ലൻഡിൻ്റെ സിമ്മ് തരും. മ്യാൻമാറിലാണ് തരുന്നത്. തായ്ലൻഡിൻ്റെ സിമ്മ് ആ റൂം എപ്പോഴാണ് തുറക്കുന്നത്, നമുക്കെപ്പോഴാണ് പണി ഇല്ലാത്തത്, ഇത് രണ്ടും കൂടി ഒപ്പം വരുമ്പോൾ ആ റൂമിൽ നിന്ന് നമ്മൾ ഫോൺ എടുത്തിട്ട് ആ റൂമിൽ തന്നെ ഇരുന്നിട്ട് വീട്ടിലേക്ക് വിളിക്കാൻ വേണ്ടി നോക്കാം. വാട്സപ്പിൽ ചാറ്റ് ചെയ്യുക. വീഡിയോ കോള് പറ്റൂല, ഓഡിയോ കോളും പറ്റൂല. ഇത് നടത്തിപ്പുകാരാരാണെന്ന് എനിക്ക് കിട്ടിയൊരു ഐഡിയ, എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞതൊക്കെ എല്ലാവരും ചൈന തന്നെയാണ് കാര്യമായിട്ട്. അവരവിടെ ഇതിൻ്റെ ഉള്ളിൽ ചൈനീസ് ടൈമാണ് യൂസ് ചെയ്യണത്, ക്ലോക്ക് എല്ലാം. കാരണം 1 മണിക്കൂറത്തെ മാറ്റമുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ അമേരിക്കൻ മാർക്കറ്റ് ആകുമ്പോൾ ഞങ്ങൾ അമേരിക്കയിലെ റിച്ച് ആൾക്കാരെ മാത്രം ഫേസ്ബുക്കിൽ നിന്ന് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് എടുത്തിട്ട് അവരോട് ചാറ്റ് ചെയ്ത് പരിചയപ്പെട്ട് മെല്ലെ അവരോട് ക്രിപ്റ്റോ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറയാം. ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇവർക്കാണ് പോകുന്നത് എന്നുള്ളതാണ്. പിന്നെ പൈസ കിട്ടില്ല. ഇല്ല, പിന്നെ പൈസ കിട്ടില്ല. പിന്നെ പ്രശ്നമാക്കിയാലും കുഴപ്പമില്ല, ഇതിനൊരു രേഖയില്ലല്ലോ. മലയാളികൾ അവിടെ ഉണ്ടോ? ഞാൻ ചെന്നപ്പോൾ പെരിന്തൽമണ്ണുള്ള ഒരാളുണ്ട്. പിന്നെ ഞാൻ ചെന്നതിന് ശേഷം 2 പേരായിട്ട് വന്ന്. ആലപ്പുഴ ഉള്ളതും ആലപ്പുഴ 2 പേര്. ശമ്പളം 80, അതായത് $1000 പറയണത്. അതിൻ്റെ തായ്ഭാഗത്തായിട്ട് തരും. ആ തായ്ഭാഗത്തായിട്ട് തരുന്നത് അവർ പറയുന്നത് നല്ല ഫൈനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഏകദേശം അത് അവിടെ തന്നെ ചിലവാക്കുന്ന പോലത്തിലാണ് ഉള്ളത്. ഇതെന്താ ഈ ഉത്തരവാദിത്തം? അവർക്ക് കോടിക്കണക്കിന് രൂപ അവർക്ക് ഈ ചീറ്റ് ചെയ്ത് സമ്പാദിച്ച് തിരിച്ചു കൊടുക്കണം. അപ്പോഴാണ് ഈ ശമ്പളം കിട്ടുള്ളൂ, അങ്ങനെയല്ലേ? അതെ, ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടില്ലേ പോയി കിടന്നുറങ്ങാൻ പറ്റില്ല. അതായത് ഇന്നിപ്പോൾ ഇന്ത്യൻ മാർക്കറ്റൊക്കെ 20 മണിക്കൂർ അവിടെ വർക്ക് ചെയ്യണേ. ഞാൻ അവിടെ നിൽക്കുമ്പോൾ അതിനുശേഷം നമ്മൾ ഉറങ്ങിയോ ഫുഡ് കഴിച്ചോ എന്നുള്ള അവരറിയണ്ട. അവർക്ക് ഇത് ടാർഗറ്റ് അച്ചീവ് ചെയ്യണം. US അതാണ് തെരഞ്ഞെടുക്കുന്നത്. പെട്ടെന്ന് ഡോളർ ആവും. അല്ല, ഞങ്ങളെ ഗ്രൂപ്പ് മാത്രമേ US ഉള്ളൂ. അവർക്ക് ഏറ്റവും ബെസ്റ്റ് മാർക്കറ്റ് എപ്പോഴും ഇന്ത്യയാണ്. മാളയിലുള്ള ഒരാൾ കൂടി അതിൽ പെട്ടു എന്ന് പറയുന്നു. അവർക്കൊക്കെ രക്ഷപ്പെട്ടു പോരാവുന്ന ഒരു സാഹചര്യം ഉണ്ടോ? സാഹചര്യം ഞങ്ങളവിടെ നിന്നപ്പോൾ ഞങ്ങൾ ഇപ്പോൾ പെരിന്തൽമണ്ണക്കാരനാവട്ടെ ആലപ്പുഴക്കാരനാവട്ടെ ഞങ്ങളൊക്കെ പറഞ്ഞിരുന്നൊരു കേസ് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ മിലിറ്ററി വന്നിട്ട് എടുത്തുകൊണ്ട് പോകുക എന്നുള്ളതല്ലാതെ വേറെ ഓപ്ഷൻ ഞങ്ങൾ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ പിന്നെ അവർ പൈസ കൊടുത്ത് പോവുക. കാരണം അവിടെ വന്ന് സംസാരിക്കണമെങ്കിൽ ആരോട് സംസാരിക്കണം, അവിടെ സർക്കാരും സെറ്റപ്പൊക്കെ വേണം. അതില്ല. അത് ഈ മിലിറ്ററികൾ തന്നെ വരുതാ. ഒരുപക്ഷെ കൂടുതൽ പേര് അവിടെ പെട്ട് ഇവരുടെ തടവറയിൽ കഴിയുന്നുണ്ടായിരിക്കാം. ക്യാമറമാൻ മുഹമ്മദ് ഷമീമിനൊപ്പം മഞ്ചേരിയിൽ നിന്നും എസ് മഹേഷ് കുമാർ, മനോരമ ന്യൂസ്.